ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം എത്തിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം കേരളത്തിലെ സൽക്കാരത്തിൻ്റെ നാടെന്ന് വിശേഷിപ്പിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിലാണ്. ഹോൾസെയിൽ രംഗത്തും റീറ്റെയിൽ രംഗത്തും തന്നെ നല്ല പ്രശസ്തമായി അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ടുള്ള പുനത്തിൽ ടൈൽസായി മാറി. അതിൻ്റെ സാരഥി മുനവർ സാദത്ത് പുനത്തിൽ. അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷത്തെ ജീവിത അനുഭവങ്ങളും വിശേഷങ്ങളും എല്ലാം നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. അതിനു മുന്നേ അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് ഹാർദവമായ സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. ഒരുപാട് നന്ദിയുണ്ട്. കാര്യം തിരക്കുള്ള ദിവസമാണ്. സാർ കുട്ടിക്കാലത്ത് പഠിച്ചതൊക്കെ എവിടെയാണ്? ഞാൻ പഠിച്ചത് നാട്ടിൽ തന്നെ വെള്ളിമണ്ണ, പിന്നെ ഹൈസ്കൂൾ പഠിച്ചത് കൂടത്തായി സെന്റ് മേരീസ് ഹൈസ്കൂളാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 2 ഇയർ ഓർഫനേജിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഫാദറും മദറും? അതെ, ഫാദർ ഏകദേശം എൻ്റെ 10ാം വയസ്സിൽ മരിച്ചു പോയിട്ടുണ്ട്. ഓക്കെ. ഞാനാണ്, എൻ്റെ അനിയനാണ്, എൻ്റെ ഇളയത് പെങ്ങളാണ്. ഫാദർ മരിക്കുന്ന സമയത്ത് ഫാദർ ഒരു വലിയൊരു സ്വപ്നമായിട്ട് ഇറങ്ങിയതായിരുന്നു, ഒരു മാനുഫാക്ചറിങ്, അന്നത്തെ ഒരു ബാർ സോപ്പിൻ്റെ ഫാക്ടറി. അദ്ദേഹത്തിന് അത് വളരെ കഷ്ടപ്പെട്ട് തുടങ്ങി വെച്ച് അദ്ദേഹം 2 വർഷം അതിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു പിക്കപ്പ് അതിൻ്റെ സമയത്ത് അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി. ഒന്നുമില്ല, രാത്രി വന്ന് കിടന്നുറങ്ങി, രാവിലെ മരിച്ചു കിടക്കുന്നതാണ്. സൈലന്റ് അറ്റാക്ക്. അന്നത്തെ എന്താണെന്നുള്ള നമുക്ക് തലവേദന ഉണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും കാര്യം സാറ് നമ്മളെ കുടുംബത്തിന്റെ നാഥനെ മാറേണ്ട ഒരു അവസ്ഥയും കൂടെയാണ്. താഴെ 2 ചെറുതുണ്ട്, അനിയനും പെങ്ങളും. ഓക്കെ. എന്നിട്ട് അതിനുശേഷം സാർ എന്തായിരുന്നു? ശേഷം ഞാൻ പിന്നെ സ്കൂൾ ജീവിതം, അതിനുശേഷം ഹൈസ്കൂളിലേക്ക് വന്നു. 8, 9, 10. ശേഷം 9ാം ക്ലാസ്സിൽ നിന്ന് എൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ നിന്ന് അന്നത്തെ രാഷ്ട്രീയത്തിൽ സ്കൂൾ ലീഡറായിട്ട് 9ാം ക്ലാസ്സിൽ, സാറിന് 10ാം ക്ലാസ്സിൽ നിന്നാണ് ആവര്. 10ാം ക്ലാസ്സിൽ നിന്നും രണ്ടാമതുമായി അന്ന് ഹൈക്കോടതി വിധി വന്ന് രാഷ്ട്രീയം, കലാലയ രാഷ്ട്രീയം സ്റ്റോപ്പ് ചെയ്തു. അതിനെക്കൊണ്ട് അന്ന് സ്റ്റോപ്പ് ചെയ്തു. ദെൻ ആ സമയത്ത് കുടുംബം എല്ലാം കൂടി, കുടുംബനാഥനാണല്ലോ, തീർച്ചയായിട്ടും രക്ഷപ്പെട്ടു പോകണം. കസിൻ്റെ കൂടെ ഈ ഒരു ടൈൽസ് വ്യാപാര രംഗത്തേക്ക് എന്നെ കണ്ടുവരുന്നുണ്ട്. ഒരു 3 ഇയർ 4 ഇയർ താമരശ്ശേരിയിൽ അന്ന് ആകെ ഒരു ടൈൽസിന് ഷോപ്പേ ഉള്ളൂ, സൗരൂപ്യ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ കസിനാണ്, ഗുരുവാണ്. അതെ, എൻ്റെ ഗുരുവാണ്, എൻ്റെ കസിൻ ബ്രദറാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് സാലിക്കാൻ്റെ കൂടെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. then 2002 അന്ന് മനസ്സില്ലാ മനസ്സോടുകൂടി കുടുംബ പ്രാരാബ്ദങ്ങളും അതിൻ്റെ എല്ലാം മനസ്സ് വെച്ച് ഗൾഫിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ ചോദിക്കാൻ വരായിരുന്നു സാർ, എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 4 വർഷം ഇവിടെ നിന്നത്? ഡയറക്ട്ലി പ്രവാസ ലോകം ചൂസ് ചെയ്തുകൊണ്ടെങ്കിൽ ചോദിക്കാൻ വരായിരുന്നു. അന്നത്തെ കുടുംബ പ്രശ്നമാണ്. ഞാൻ മീൻസ് നമ്മളെ ഉത്തരവാദിത്തങ്ങളാണ് ഗൾഫിലേക്ക് പറഞ്ഞത്. പക്ഷെ ഗൾഫ് എന്ന സംഭവം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നാടാണ് ഏറ്റവും ഇഷ്ടം. അങ്ങനെ 2002 സാർ സൗദിയിലോട്ട് എത്തുന്നത്? സൗദി 2002 പോകുന്നത്. 3.5 വർഷം ഗൾഫിൽ അടുപ്പിച്ചു നിന്നു. ഗൾഫിനെ കുറിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇമേജ് അല്ല നമ്മൾ അവിടേക്ക് എത്തുമ്പോൾ. സാറിന് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഫീൽ? തീർച്ചയായിട്ടും ഞാൻ സൗദിയിലായിരുന്നു. എനിക്ക് ഉപകാരപ്പെടും. എൻ്റെ ജീവിതത്തിൽ ജീവിതം പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സത്യം. ലാംഗ്വേജ് കുറെയൊക്കെ പഠിക്കും, ഹിന്ദി. അതെനിക്ക് ഇപ്പോഴും എൻ്റെ ബിസിനസ്സിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്. 3.5 വർഷം സത്യം പറഞ്ഞാൽ 3.5 വർഷമല്ല, അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ തിരിച്ചു വന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു. 2006 കല്യാണം കഴിഞ്ഞത്. അതിനുശേഷം പിന്നെയും ഗൾഫിൽ പോയി 2 വർഷം ഇവിടെ വന്നു. എനിക്ക് ഫാമിലി അറ്റാച്ച്ഡ് ആണ്. ഫാമിലി എനിക്ക് ഇല്ലാതെ കൈയില്ല എന്നുള്ളതുകൊണ്ട് ഫാമിലി അങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കി. പക്ഷെ അവർ അന്ന് കമ്പനിയിലായിരുന്നു അവിടെ. അതെ, അത് ഇത്തിരി ബുദ്ധിമുട്ട് വന്ന സമയത്ത് സോറി എന്ന് പറഞ്ഞ് മനസ്സവാച നാട്ടിൽ ബിസിനസ് ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്ത് പോകുന്നു. ഓൾറെഡി ഈ ഒരു ഫീൽഡിൽ എൻ്റെ കസിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നരിക്കിനിയിൽ ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷെ ഞാൻ ഗൾഫിൽ നിന്ന് നിർത്തി വരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇത് തന്നെ ആയിരുന്നു, ഒരു സ്ഥാപനം, സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങണമെന്ന് തന്നെ ആയിരുന്നു. സാഹചര്യങ്ങൾ ഒത്തുകിട്ടി. ഞാനും എൻ്റെ ബ്രദറും, അനിയനാണ് ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്നത്. റീറ്റെയിൽ ഇവിടുത്തെ A to Z, എൻ്റെ ഇടം വലം എന്ന് പറഞ്ഞ എൻ്റെ എല്ലാ ശക്തിയും ബ്രദറാണ്. തീർച്ചയായിട്ടും പ്രവാസ ലോകത്ത് നമ്മളൊരു വ്യക്തി ഒരു മനസ്സില്ലാ മനസ്സോടു കൂടി പോകണമെങ്കിൽ തീർച്ചയായിട്ടും അത് കുടുംബ പ്രാരബ്ധം മാത്രമായിരിക്കും.
വീടൊക്കെ വെക്കണം, നല്ലൊരു വീടൊക്കെ വെക്കണം, അതൊക്കെ ആയിരുന്നു സ്വപ്നങ്ങൾ. അതൊക്കെ വെച്ചു. അതൊക്കെ മാഷാഅല്ലാഹ് പ്രവാസം തന്നെ നമുക്ക് നൽകിയത്. അല്ലല്ല, ഗൾഫിൽ നിന്ന് വന്നതാണ്. ഇപ്പൊ ഈ ഷോപ്പ് തുടങ്ങിയ ശേഷമാണ് വീട് വെച്ചതും അപ്പൊ കാര്യങ്ങളും. വീടൊക്കെ വെച്ച് നമ്മള് ഫാമിലി ആയിട്ട് സെറ്റിൽ ആയത് ഈ ഒരു ബിസിനസ് വന്നതിന് ഷുവർ ഷുവർ ഷുവർ. അപ്പൊ സാർ അത്യാവശ്യം രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ബിസിനസ് തുടർന്നാലും നമ്മുടെ മൈൻഡ് അങ്ങോട്ടേക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി പോകും. രാഷ്ട്രീയത്തിലുമുണ്ട്. രാഷ്ട്രീയത്തിൽ മീൻസ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, മറ്റൊരു സഹോദരനെ സഹായിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പൊ ഞാൻ ഓൾ കേരള ടൈൽസ് ആൻഡ് സാനിറ്ററി ഡീലേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. ഇപ്പൊ ആ സംഘടനയെ ശരിക്കും കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന സംഘടനയാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ആ സംഘടനയിൽ മൊത്തം എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഏകദേശം 2000-ലധികം മെമ്പർമാരുണ്ട്. നമ്മൾ ആ ഒരു സംഘടന വഴി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? എക്സ്പോ ഗ്രാമോസ് എന്ന സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ എക്സ്പോ നമ്മൾ നടത്തി. 2017 കോഴിക്കോട് വെച്ച് നടത്തി. അതിനുശേഷം മലപ്പുറത്ത് 2019 നടത്തി. ദെൻ അതിനുശേഷം എറണാകുളത്ത് നടത്തി. അപ്പോൾ അത് തന്നെ ഞങ്ങളെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം സംഘടനയ്ക്ക് ഇന്ന് ഈ ഒരു ഫീൽഡിൽ, ഈ ഒരു മേഖലയിൽ അറിയപ്പെടുന്ന സംഘടനയായി മാറിയിട്ടുണ്ട്. നമ്മൾ എക്സാക്ട്ലി ഈ പുനത്തിൽ ടൈൽസ് എന്ന് പറഞ്ഞ ഈ ഒരു സംരംഭം എക്സാക്ട്ലി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? താമരശ്ശേരി ചുങ്കത്ത്. അന്ന് ഈ ഏരിയ ശരിക്കും പറഞ്ഞാൽ ഈ ഷോപ്പ് നിൽക്കുന്ന ലൊക്കേഷൻ ഒരു ഫ്രീ ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. ഇവിടെ ഒരു കുറഞ്ഞ ബിൽഡിങ്ങുകൾ മാത്രമേ ഉണ്ടായിരുന്നു. ഇത്രയും ടൗണിനോട് വിട്ടുകൊണ്ട് എന്തുകൊണ്ട് ചെയ്യുന്നു ചോദിച്ചിരുന്നു. അന്ന് എനിക്കൊരു വിഷൻസ് ഉണ്ടായിരുന്നു. ഒരു 5 കൊല്ലോ അല്ല 6 കൊല്ലോ കഴിയുമ്പോൾ എൻ്റെ ഹാർഡ് വർക്ക് ഇതൊരു വലിയ ഷോറൂം ആക്കി എടുക്കണം എന്നുള്ളത്. ഇന്ന് ഏകദേശം ഈ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ടൈൽസ് ഷോറൂമായിട്ട്, ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു ഷോപ്പായിട്ടും ഇന്ന് ഞങ്ങൾ രണ്ടുപേരും മാറിയിട്ടുണ്ട്. ഇത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള, ഇത്രയും ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ സാറിന് എങ്ങനെയാണ് ഇതിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റുക? അല്ല, ഞങ്ങളെ പുനത്തിൽ ടൈൽസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഏറ്റവും വലിയ വിജയം അത് തന്നെയാണ്. ഞങ്ങളൊരു പ്രൊഡക്റ്റ് ഈ ഏരിയയിൽ എവിടെയും കിട്ടാത്തൊരു പ്രൊഡക്റ്റാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഏതൊരു സംരംഭത്തിന്റെ വിജയമാണെങ്കിലും അവിടുത്തെ സ്റ്റാഫുകളുടെ മനസ്സിന് ഒരു സപ്പോർട്ടാണ്. എൻ്റെ സ്റ്റാഫുകളൊക്കെ തന്നെ, മെയിനായിട്ട് ഇവിടെയുള്ള സ്റ്റാഫുകളൊക്കെ തന്നെ എൻ്റെ കൂടെ തുടക്കം മുതലുള്ള ആളുകളാണ്. പുനത്തിൽ തന്നെ ഒരു ഫാമിലിയാണ്, വളരെ ടീം വർക്ക് ആയിട്ട്. കാരണം അവരാണ് നമ്മളെ വിജയം. ഇവിടെ ഇപ്പൊ നിലവിൽ എത്ര പേരാണ്? മൊത്തത്തിൽ ഏകദേശം ഒരു 20ഓളം സ്റ്റാഫ്. ഓരോ മനുഷ്യർക്കും ഒരു ഉയർച്ചതാഴ്ചകൾ ഉണ്ടാവും ലൈഫിൽ. സാറിന്റെ ലൈഫിൽ അങ്ങനെ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുമ്പോൾ സാർ അതിനൊക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഉറപ്പാണ്. കുറെ പരീക്ഷണങ്ങൾ നേരിട്ടതാണ്. ചെറുപ്പത്തിൽ വളരെ കഷ്ടപ്പെട്ട് ഉമ്മ ആയാലും പെങ്ങളായാലും അനിയനായാലും ഒക്കെ ഞങ്ങൾ 4 ഒരുമിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ വിജയം എന്ന് പറയുന്നത്. ഓരോ വ്യക്തികൾക്കും ഓരോ ആൾക്കാരുണ്ട് അവരെ സ്വാധീനിക്കാനായിട്ട്. ഒരു മദറിന്റെ ഒരു എഫേർട്ട്, മദറിന്റെ എഫേർട്ട് കൂടുതലാണ്. പക്ഷെ അതിലുപരി എൻ്റെ ഫാദർ വലിയ സ്വപ്നങ്ങളുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് നടക്കാത്ത കുറെ കാര്യങ്ങൾ. പിന്നെ എൻ്റെ ഗ്രാൻഡ് മദേഴ്സ് ആയാലും എൻ്റെ ഗ്രാൻഡ് ഫാദേഴ്സ് ആയാലും അവരൊക്കെ പ്രാർത്ഥന എനിക്ക് വലിയ സംഭവമാണ്. അവരുടെ പ്രാർത്ഥനയാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. ഫാദറിന്റെ പേര് മുഹമ്മദ്, പുനത്തിൽ മുഹമ്മദ്. ഉമ്മയുടെ പേര് നഫീസ. പിന്നെ സഹോദരൻ റോഷിക് അക്ബർ അലി, സിസ്റ്റർ മുബീന. എന്താ പറയാ, ഒരു ബാക്ക് ബോൺ സപ്പോർട്ട് എന്ന് തന്നെ പറയുന്ന ജീവിത പങ്കാളിയുടെ ഒരു സപ്പോർട്ട്. ഭാര്യ തീർച്ചയായിട്ടും ബിസിനസ്സിൽ വലിയ സപ്പോർട്ടാണ്. ഇടവും വലവും. എൻ്റെ വൈഫ് 100% ഏറ്റവും കൂടുതൽ സപ്പോർട്ടാണ്. വൈഫിന്റെ പേര് ഉനൈസ. കോഴിക്കോട് തന്നെ. ഓമശ്ശേരി തന്നെ, തൊട്ടടുത്ത്. പിന്നെ മക്കള് എത്ര പേരാ? 4 കുട്ടികൾ. മൂത്ത മകൻ മുഹമ്മദ് മിസ്ഫർ, രണ്ടാമത്തെ ആള് മുഹമ്മദ് മിറാസ്, മൂന്നാമത്തത് ഫെല്ല ഫാത്തിമ, അതിന്റെ ഇടയിൽ ഏറ്റവും കൊച്ചു ആയിഷ. ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു ദിവസം പോലും വിട്ടു നിൽക്കാൻ പറ്റാത്തൊരു ആയിഷ. ഇത്രയും ടൈം നമ്മോടൊപ്പം സ്പെൻഡ് ചെയ്തതിന് 1000 നന്ദിയുണ്ട് സാർ. സോ അസ്സലാമു അലൈക്കും. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇത്രയും സമയം പ്രേക്ഷകരും കണ്ടുകൊണ്ടിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. So until next episode, it's Rohit signing off. Bye bye.